ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന കുറച്ച് സ്റ്റഡി ടിപ്സുമായിട്ടാണ്. നമുക്കറിയാം നമ്മുടെ റമദാനും അതേപോലെ തന്നെ നമ്മുടെ എക്സാമും ഒക്കെ ഒരു ടൈമിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു ടൈം ടേബിൾ ഉണ്ടായിരിക്കാം. നമ്മൾ എപ്പോഴൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്, നമുക്ക് ഈസിയസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഏതൊക്കെയാണ്, അതേപോലെ തന്നെ നമുക്ക് ടഫായിട്ടുള്ള സബ്ജക്റ്റ് ഏതൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ ആദ്യം തിരിച്ചറിഞ്ഞിട്ട് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാം. ഇനി പഠിക്കാൻ ഏറ്റവും നല്ല ടൈം ഏതാണെന്നറിയാവോ? നമ്മൾ ഇടയത്താഴത്തിന് എണീക്കുമല്ലോ, ആ സമയം നമുക്ക് നല്ല എനർജിയും അതേപോലെ തന്നെ എൻവയോൺമെൻറ്റ് എല്ലാം തന്നെ നല്ല സൈലൻ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ ആ സമയം നമുക്ക് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഏറ്റവും പാടുള്ള സബ്ജക്ട്സ് നമ്മൾ ആ സമയത്ത് പഠിക്കുന്നതായിരിക്കും നല്ലത്. അതേപോലെ തന്നെ നമ്മൾ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ആകെ ക്ഷീണിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഈ സമയങ്ങൾ നമ്മൾ ക്ഷീണിച്ചിരിക്കുന്ന സമയങ്ങൾ നമ്മൾ പുതിയ സബ്ജക്റ്റും പുതിയ ടോപ്പിക്സും പഠിക്കാതെ നമ്മൾ പഠിച്ച് തന്നെ നമുക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈസിയസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമ്മൾ രാത്രി നോമ്പൊക്കെ തുറന്നു കഴിയുന്ന സമയമാകുമ്പോഴത്തേക്കും എല്ലാവരും ക്ഷീണിച്ചിട്ടുണ്ടാവും. ആ സമയം നമുക്ക് കുറച്ചുകൂടെ അത് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റിയ ഈസിയസ്റ്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് നമ്മൾ ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ അന്നത്തെ ദിവസം പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒന്നും കൂടി റിവൈസ് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഇടയത്താഴത്തിന് എണീക്കുന്ന സമയവും അതേപോലെ നമ്മൾ നോമ്പ് തുറന്നു കഴിഞ്ഞിട്ടുള്ള ആ സമയം നമുക്ക് നല്ല രീതിയിൽ വെള്ളം കുടിക്കാം. കാരണം നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിന് വെള്ളം വേണം. അപ്പോൾ നമ്മുടെ ശരീരം എപ്പോഴും നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കുക, ആവശ്യത്തിന് വെള്ളം കുടിച്ച് നമ്മുടെ ആ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. ഇനി നമുക്ക് ഇതിൽ നിന്നൊക്കെ റെസ്റ്റ് എടുക്കാം. നമുക്ക് ഈ സ്റ്റഡീസിൽ കുറച്ച് റെസ്റ്റ് എടുക്കണം. അപ്പോൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ നമസ്കാര സമയങ്ങൾ അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്ന ഒരു സാധനമാണ് ഷോർട്ട് നോട്ട്സ്. നമ്മുടെ കയ്യിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ സ്വന്തമായിട്ടൊരു ഷോർട്ട് നോട്ട്സ്, വേണ്ടപ്പെട്ട പോയിന്റ്സും നമുക്ക് എക്സാമിൻ്റെ തലേന്നെടുത്ത് നോക്കാൻ പറ്റിയ കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ഒക്കെ എഴുതി വെച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് നമ്മൾ എപ്പോഴും പ്രിപ്പയർ ചെയ്ത് വെക്കാം. അത് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. എക്സാമിന് കയറുന്നതിന് മുന്നേ ഒന്ന് ഓടിച്ചെല്ലാം ഒന്ന് നോക്കുവാനും അതേപോലെ തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാനും വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഷോർട്ട് നോട്ട്സ്. അപ്പം അതും ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കാൻ നോക്കുക. നമ്മുടെ നമസ്കാരങ്ങളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുക. പിന്നെ നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്ട്രെസ്സ് തോന്നിയാൽ കുറച്ച് നേരം നമുക്ക് ഖുർആനാവുകയോ അതേപോലെ നമുക്ക് സ്വലാത്ത് ഇല്ലയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ, ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം, നമ്മുടെ ഹാർഡ് വർക്കിനെയും കാട്ടി എപ്പോഴും നല്ലത് സ്മാർട്ട് വർക്കാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും സ്മാർട്ട് വർക്ക് വേണം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ എപ്പോഴും പഠിക്കുന്ന സമയത്ത് നല്ല വെട്ടമുള്ളിടത്തും അതേപോലെ തന്നെ നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രാക്ഷൻസും ഇല്ലാത്ത നല്ല സ്ഥലങ്ങളിൽ നമ്മൾ പഠിക്കാം. ഇനി നമുക്ക് ക്ഷീണം തോന്നുന്നു എന്ന് വെച്ചോ, നമ്മൾ കുറച്ച് ചെറിയ നാപ്സ് എടുക്കാം. ചെറുതായിട്ടൊന്ന് ഒരു 5-10 മിനിറ്റ് നമ്മളൊന്ന് വിശ്രമിക്കുക. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പഠിച്ചുകൊണ്ടിരിക്കരുത്. നമ്മൾ കുറച്ച് സമയം ഉറങ്ങണം, നമ്മുടെ നമസ്കാരവും അതിൻ്റെ കാര്യങ്ങളും എല്ലാം ചെയ്യണം. പിന്നെ നമ്മുടെ റിവിഷനും നടക്കണം. അപ്പോൾ എല്ലാം നമ്മൾ ഇതിൻ്റെ കൂടെ ചെയ്തു പോകണം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയമായാലും നമ്മൾ ന്യൂട്രീഷൻ അടങ്ങിയിട്ടുള്ള ഫുഡ് നല്ല രീതിയിൽ കഴിക്കണം. അപ്പോൾ അത് നമ്മുടെ ബ്രെയിനിനെയൊക്കെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനും നമ്മുടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയൊക്കെ വർദ്ധിപ്പിക്കാനും ഒക്കെ അത് സഹായിക്കും. നമ്മൾ നോമ്പ് പിടിച്ചിരിക്കുന്ന സമയത്ത് ഒരുപാട് ഫിസിക്കലായിട്ടുള്ള ജോലികളൊന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മൾ ഒരുപാട് ക്ഷീണിപ്പിക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ തന്നെ നമ്മൾ കൊണ്ടുപോവാം. പിന്നെ എപ്പോഴും ഓർക്കേണ്ട കാര്യം, നമ്മൾ പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദുആ ചെയ്തുകൊണ്ട് തന്നെ തുടങ്ങുക. ഉറപ്പായിട്ടും നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും. നമ്മളൊരു വർക്ക് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സ്മാർട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അതിനുള്ള റിസൾട്ട് ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും.